സർ ഇനി അടുത്തതായി നമ്മൾ ഈയിടെ കുറച്ചൊരു എന്താ പറയാ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഈ ഷാരൺ ഗ്രീഷ്മ കേസ് അതിന്റെ ഡീറ്റെയിൽസിൽ ആൻഡ് ഗ്രീഷ്മ ഇപ്പൊ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി ഗ്രീഷ്മയെ വെറുതെ വിടുകയും ചെയ്ത് 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കും എന്നാണ് എന്റെ നിഗമനം. ആ കുട്ടി കുറ്റം ചെയ്തില്ല എന്നോ വിഷം കൊടുത്തോ അവനെ കൊന്നില്ല എന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഗ്രീഷ്മയുടെയും ഷാരോണിന്റെയും വീടുകൾ തമ്മിൽ ഏകദേശം 4 കിലോമീറ്റർ മാത്രമേ ദൂരം ഉണ്ടായിരുന്നു. പക്ഷേ അവര് രണ്ട് സംസ്ഥാനത്തിലായിരുന്നു ജയിച്ചത്. ഷാരോൺ കേരളത്തിലും ഗ്രീഷ്മ തമിഴ്നാട്ടിലും. അപ്പോ ആദ്യം ഈ ഷാരോൺ ആശുപത്രി കിടക്കുന്ന സമയത്ത് ഈ പാറശാല പോലീസ് ആ കേസ് പരാതി കൊടുത്തിട്ട് പോലും അന്വേഷിക്കാൻ തയ്യാറായി. അവസാനം ഷാരോൺ മരിച്ചതിന് ശേഷവും they were not prepared to investigate that. അവസാനം ചാനൽ ചർച്ചയിലൊക്കെ പ്രശ്നമായി വന്നപ്പോഴാണ് കേരള പോലീസ് ഒന്നും ഓണറുന്നത്. അപ്പൊ ഈ കുറ്റകൃത്യം എവിടെയാണ് നടന്നത്? ഇറ്റ് ഹാപ്പൻഡ് ഇൻ തമിഴ്നാട്. അപ്പൊ ഇതിനൊക്കെ ഓരോ യൂറിസ്ഡിക്ഷൻ ഉണ്ട്. നമ്മളിപ്പോ എന്റെ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ എവിടെയെങ്കിലും ഒരു ശവം കിടന്നു കഴിഞ്ഞാൽ രാത്രി ആ SI കാണുകയാണെങ്കിൽ തൂക്കിയെടുത്ത് അപ്പുറത്തോന്റെ ടെറിട്ടറി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഡ്യൂട്ടിയായി. അതാണ് ഈ യൂറിസ്ഡിക്ഷൻ എന്ന് പറയും. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിലായതുകൊണ്ട് തമിഴ്നാട് പോലീസ് അന്വേഷിച്ച് തമിഴ്നാട്ടിലെ ഒരു സെഷൻസ് കോടതിയായിരുന്നു ഇത് ട്രൈ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ മലയാളികള് ഓവർ സ്മാർട്ടായി. കേരള പോലീസ് നമുക്ക് തന്നെ ഈ കേസ് അന്വേഷിക്കാം. നമ്മുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ സംഘടിപ്പിക്കുന്നു. കേരളത്തിൽ തന്നെ ട്രയൽ ചെയ്യാൻ വേണ്ടി ഒരു കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിലുമാണ്. അപ്പോൾ ഇവര് ഭയങ്കര കണ്ടുപിടുത്തുന്നു. അതായത് ഗ്രീഷ്മ ഷാരോണിനെ കേരളത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയതാക്ക്, കൊല്ലാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയതാക്ക്. അത് IPC 364 ആണ്. 64 എന്ന് പറയുന്നത് ഒരാളെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തട്ടിക്കൊണ്ടുപോകാനാണ് ഈ 364 എന്ന് പറയുന്നത്. അപ്പൊ കിഡ്നാപ്പിംഗ് ആണെങ്കിൽ അതിൽ ബലപ്രയോഗം വരും. അബ്ഡക്ഷനിലാണെങ്കിൽ ഇത് ബലപ്രയോഗം വേണമെന്ന് നിർബന്ധവും ഇല്ല. അപ്പോൾ ഈ തലേ ദിവസം ഇവര് ടെലിഫോണിൽ കൂടി മോഹന വാഗ്ദാനങ്ങളൊക്കെ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഇവനെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് കേസ്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് ഈ ചാർജ് നേരത്തെ കോടതിയിൽ കൊടുത്തതും കോടതി ഇപ്പൊ ആ കുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതില് സാക്ഷികളാരും തന്നെ എല്ലാം സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമേ. അപ്പോ ഈ അങ്ങനെയുള്ള സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസിൽ ഈ ഒരു ചങ്ങല പോലെയാണ്. ഒരു തെളിവിനെ അടുത്ത തെളിവ് കൊണ്ട് കോർത്ത് നക്കി അങ്ങനെ 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 കൊണ്ടുപോയി കുറ്റം തെളിയിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ണി പൊട്ടിക്കഴിഞ്ഞാൽ കേസ് കംപ്ലീറ്റ് പോകും. അപ്പോ ഈ പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനമായ ആവശ്യം എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഈ 364 നിലനിർത്തുക. കൊല്ലാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെ പറഞ്ഞ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. ശരി. അപ്പോ ഞാൻ പ്രോസിക്യൂഷന്റെ അത് വായിച്ചപ്പോ യവൻ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് അവിടെ ആരും ഇല്ലായിരുന്നല്ലോ. മുറിയിൽ കയറിയപ്പോ തന്നെ അതിൽ എഴുതിയിരിക്കുന്നത് ഷീ റിക്വസ്റ്റഡ് എഗെയിൻ that we may pass. She requested again. അതായത് നേരത്തെ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അത് പറയുന്ന ആരാണ്? പ്രോസിക്യൂഷൻ. നേരത്തെ റിക്വസ്റ്റ് ചെയ്തിരുന്നു, വീണ്ടും അവൾ റിക്വസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് her intention was not to kill. അവിടെ ഷാരോൺ സമ്മതിച്ചിരുന്നെങ്കിൽ കൊല്ലുവാൻ നടക്കും. അപ്പോൾ ഇത് തട്ടിക്കൊണ്ട് പോയെങ്കിൽ തന്നെയും കൊല്ലാൻ വേണ്ടിയിട്ടാണോ തട്ടിക്കൊണ്ട് പോയത്? നോ. അത് ബിയോണ്ട് റീസണബിൾ ഡൗട്ടിൽ തെളിയിച്ചാലേ ഇവിടെ വിധിക്കാൻ പറ്റും. അപ്പോ എന്ത് ചെയ്തു? അടുത്ത സെന്റൻസ് ഷാരോൺ പറഞ്ഞു പറ്റത്തില്ല. ക്വിക്കിലാണ് അവളുടെ അടുത്ത ആക്ഷൻ ഒക്കെ ക്വിക്കിലാണ്. ദാറ്റ് മീൻസ് ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ. ഓ തട്ടിക്കൊണ്ട് പോയതുമല്ല, അഥവാ തട്ടിക്കൊണ്ട് പോയെങ്കിൽ അത് കൊല ചെയ്യാൻ വേണ്ടിയിട്ടും ആയിരുന്നു. അപ്പോ ഈ കോടതിക്ക് 364 പോയാൽ നെയ്യാറ്റിൻകര കോടതിക്ക് ഈ കേസ് ട്രയൽ ചെയ്യാനോ എന്തെങ്കിലും ശിക്ഷ വിധിക്കാനോ ഉള്ള ജുറിസ്ഡിക്ഷൻ അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പൊ അധികാരമില്ലാത്തൊരു കോടതിയാണ് ഇപ്പൊ തീക്കൊല്ലം വിധിച്ചിരിക്കുന്നത്. ഇനി ഒരു കേസിൽ 2 ട്രയൽ നടത്താനും പറ്റും. ഇനി ഒന്നേന്ന് തമിഴ്നാട് പോലീസിന് കേസ് അന്വേഷിച്ച് തമിഴ്നാട് കൊണ്ടുപോയി ട്രയൽ നടത്താനും പറ്റും.
കോടതിക്ക് എന്നിട്ട് ഇത് അതിന്റെ ആവശ്യമില്ലായിരുന്നു. ആ കേസിന് തമിഴ്നാട്ടിൽ നിന്ന് വിട്ടുകൊടുത്താൽ മതി. യു ഡു വാട്ട് എവർ യു ഫീൽ. അങ്ങനെയായിരുന്നെങ്കിൽ ഗിരീഷ് മയ്ക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയാൽ തന്നെയും ശിക്ഷ കൊടുക്കാമായിരുന്നു. പക്ഷെ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിക്ക് ആ കുട്ടിയുടെ രോമത്തിൽ പോലും തൊടാനുള്ള ഒരു അധികാരവും ഈ കേസിൽ. ഇതാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ വരാൻ പോണ വാദമെങ്കിൽ ഈ സെക്ഷൻ 364 പോയാൽ ഗിരീഷ് മ രക്ഷപ്പെട്ടു. അപ്പൊ ഈ ഷാരോണിന്റെ കുടുംബമൊക്കെ വലിയ ഞങ്ങൾക്ക് നീതി കിട്ടി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഭാവിയിൽ അവർ കാണാൻ പോകുന്നത് ഒരുപക്ഷെ മറ്റേ കുട്ടി ഒരു 10 ലക്ഷം രൂപയും പോക്കറ്റ് വാങ്ങിയിട്ട് വീട്ടിൽ പോകണം. ഇതൊക്കെയാണ് ഈ നിയമത്തിന്റെ കളികൾ. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഞാൻ ആ കേസ് കംപ്ലീറ്റും വായിച്ച് പഠിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ അപ്പോഴേ ഈ ആറിയ കഞ്ഞി പഴയ കഞ്ഞിയായിപ്പോയി. ഇവിടെ എന്താണ് ഒരു കേസിന്റെ വീഡിയോ വന്നാൽ എത്ര പെട്ടെന്ന് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ ആ കുറെ പേര് കാണും. ഞാനിത് കാര്യകാരണവശാലും പഠിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ട് 1100 പേരെ കണ്ടിട്ടുള്ളൂ. മനസ്സിലായില്ലേ? എന്നിട്ട് ക്രൈം നന്ദകുമാർ പറഞ്ഞു, സാറിന്റെ വീഡിയോ എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത്. അതിൽ SP-മാരൊക്കെ ഉണ്ട്, റിട്ടയർഡ് ആയിട്ടുള്ള. അവരൊക്കെ അതിൻ്റെ ഇടയിൽ നല്ല നല്ല കമന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ദിസ് ഇസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കാരണം അത് ഒരു ജുറിസ്ഡിക്ഷൻ ഇല്ലായിരുന്നു. അവര് 364 വെച്ച് കളിക്കാൻ ശ്രമിച്ചതാ. പക്ഷെ അത് ഭാവിയിൽ പൊളിഞ്ഞു പോയി. അതെ, ഈ അമിതമായിട്ട് കാണിച്ചൊരു തിടുക്കം അതിന് പ്രതികൂലമായിട്ട് വരും. അടുത്തതിലേക്ക് പോകുമ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരു കേസാണ് നവീൻ ബാബുവിന്റെ കേസ്. നവീൻ ബാബുവിന്റെ കേസ് ഒരുപക്ഷെ ഇനി കോടതിയിൽ അത് ആത്മഹത്യാ പ്രേരണയാണ് എന്ന് പറയാൻ പോകുന്ന ആ ഒരു പ്രസംഗം എല്ലാവരും കേട്ടതുമാണ്. ആ കേസിനെ പറ്റിയിട്ട് സാറിന്റെ എന്താ അഭിപ്രായം? ആ കേസിൽ ഏത് ആംഗിളിലാണ് സംസാരിക്കേണ്ടത്? അഭിപ്രായം രണ്ടും. അതായത് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്നത് തെളിയിക്കാൻ വളരെ പാടുള്ളൊരു കുറ്റമാണ്. കാരണം അതിന്റെ കൺവിക്ഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ തുലവും കുറവ്. സപ്പോസ് ഞാൻ എൻ്റെ വൈഫിനെ തന്നെ ആത്മഹത്യാ പ്രേരണ യഥാർത്ഥം നടത്തിയതിനായി ആ ആത്മഹത്യ നടന്നതിന് ശേഷം എന്നെ വന്നിട്ട് എൻ്റെ മക്കളുടെ പോലീസ് ചോദിക്കുമ്പോൾ കുട്ടികളെന്ത് കരുതും? അമ്മയോ പോയി, ഇനി അച്ഛനും കൂടെ പോയി ഇരിക്കുക. ആ കുഴപ്പമൊന്നുമില്ല സാർ, അത് തമ്മിൽ സ്നേഹമായിരുന്നു എന്ന് പറഞ്ഞാൽ തീരേണ്ട കേസേ പോയി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നീ പോയി ചാവൂ എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു ആത്മഹത്യ പ്രേരണയല്ല. ഈ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു ആക്ഷൻ മാനസികമായി മറ്റേ വ്യക്തിയെ കണക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചോ എന്നുള്ളതാണ് കുറ്റം. അപ്പൊ അതിൽ ഏറ്റവും മാൻഡറ്ററി ആയിട്ടുള്ള കാര്യം എന്താണ്? ഇറ്റ് ഹാസ് ടു ബി എ സൂയിസൈഡ്. സൂയിസൈഡ് എങ്കിൽ മാത്രമേ ആത്മഹത്യ പ്രേരണ ക്വസ്റ്റ്യൻ തന്നെ വരും. അപ്പോ ഈ നവീൻ ബാബുവിന്റെ കേസിൽ ആത്മഹത്യാ പ്രേരണ നടത്തിയതിന് ഒരു ക്ലിയർ ആയിട്ടുള്ള വീഡിയോ തെളിവ് കൊടുത്ത കേസ് ചരിത്രത്തിൽ ആദ്യത്തെ നവീൻ ബാബു. മനസ്സിലായി? അപ്പോ 100% അതിൽ അവർ ശിക്ഷിക്കാനുള്ള എല്ലാ വകുപ്പുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണയിൽ പോലും. കാരണം എന്താണ്? ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. അപ്പോൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് ഇടിച്ചു കയറി ചെല്ലുന്നു. അതും ഇങ്ങനെ നേരത്തെ തന്നെ അവർ വീഡിയോ കവറേജ് കിട്ടാൻ ആളിനെ കൊണ്ടുപോയി. തനിക്ക് ഒരു അവകാശമില്ലാത്തൊരു സ്ഥലം, താൻ വിളിക്കപ്പെടാത്ത ഒരു സ്ഥലം, അവിടെ നേരത്തെ തന്നെ വീഡിയോയും കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് ആ വീഡിയോക്കാരൻ ഇവർ വെളിയിറങ്ങിയ ഉടനെ അതിന്റെ ക്ലിപ്പ് അയച്ചു കൊടുക്കുന്നു. അവരത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കും. അപ്പോ അതിന്റെ കളക്ടറും പറഞ്ഞു, ഞാൻ വിളിക്കാതെ അവർ കയറി വന്നു പറഞ്ഞു. കളക്ടറും സത്യം പറഞ്ഞാൽ അതിൽ പ്രതിയാക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. അത് ഞാനാണ് ആദ്യമായിട്ട് പറഞ്ഞത്, മറുനാടൻ മലയാളി. അപ്പോ ഇതിലിപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇത് CBI എൻക്വയറി മസ്റ്റായിട്ട് കിട്ടേണ്ട ഒരു കേസായിരുന്നു. അത് ഒരുപക്ഷെ പൊളിറ്റിക്കൽ സ്വാധീനത്തിലേക്ക് അടിയിലായിരിക്കാം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും അത് തള്ളിക്കളഞ്ഞത്. കാരണം നമ്മുടെ പോലീസ് ആക്ടിന്റെ സെക്ഷൻ 21 പ്രകാരം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഡൺ only by issuing a ഗവൺമെന്റ് ഓർഡർ. ഗവർണറുടെ ഉത്തരവും പ്രകാരം എന്ന് പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ എംബ്ലോക്ക് ഉള്ളതിനെയാണ് നമ്മൾ ഗവൺമെന്റ് ഓർഡർ എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം ആരെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നടക്കുന്ന ഓർഡർ അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് അത് ഗവൺമെന്റ് ഉത്തരവാദിത്തമില്ല. ഈ നവീൻ ബാബു കേസിൽ SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരമേഖല DIGയുടെ മറ്റോ ഒരു സർക്കുലർ പ്രകാരം ഓഫീസ് ഓർഡറോ മറ്റോ പ്രകാരം. അപ്പൊ അതും നവീൻ ബാബുവിന്റെ വൈഫ് ഹൈക്കോടതി പറഞ്ഞിരുന്നു SITയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ തെറ്റാണ്, നിയമപരം അല്ല. അന്വേഷണം പോട്ടെ, SITയുടെ നിയമപരമായി കോൺസ്റ്റിറ്റ്യൂട്ട് നിയമപരമായിട്ട് അവർ അന്വേഷിക്കും. അത് സിംഗിൾ ബെഞ്ച് പറഞ്ഞു അത്
അടിപൊളി ഉത്തരവാണ്, സർക്കാർ ഉത്തരവ്. ഏത് ഇതാണെന്ന് അറിയില്ല. ഡിവിഷൻ ബെഞ്ച് കണക്കാക്കി. അവിടെ സുപ്രീം കോടതി പോയപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ പ്രിഫറൻഷ്യൽ ഹിയറിങ്ങിനൊക്കെ അവിടെ സമയമില്ല. മനസ്സിലായി? 10-50 ലക്ഷമൊക്കെ കൊടുത്ത് മൈലോടൊന്ന് ഉറച്ചു വിളിക്കുന്ന കപിൽ സിബലൊക്കെ വന്നാലേ അവിടെ കേൾക്കാൻ പറ്റും. ആ കേസിൽ 2 മിനിറ്റിനകത്തുള്ള ഒരു ആർഗ്യുമെന്റിനാണ് സമയം. അത് കോടതി അത് കേൾക്കാൻ തയ്യാറായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കയ്യിൽ ഇഷ്ടംപോലെ ലക്ഷങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് കപിൽ സിബലോ അല്ലെങ്കിൽ അതുപോലത്തെ കക്ഷിയായിരുന്നെങ്കിൽ 100% CBI എൻക്വയറി അനുവദിക്കപ്പെട്ടു. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സുപ്രീം കോടതി നമ്മുടെ സാധാരണക്കാർക്കുള്ള ഒരു സംവിധാനം അല്ല. പിന്നെ ആ കുടുംബത്തിന് പറ്റിയ ഏറ്റവും വലിയൊരു മണ്ടത്തനം എന്ന് പറയുന്നത്, അവരുടെ അടുത്ത ബന്ധുക്കൾ വരെ ഈ ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന ഈ വക്കീലന്മാർക്കുള്ളത്, ആ ബോഡിയെ ഒന്ന് റീപോസ്റ്റ്മോർട്ടം ചെയ്യാതെ അതിനെ കത്തിച്ച് കളഞ്ഞെടുത്ത് ആ കേസിന്റെ അന്ത്യവും കുറിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഈ PP ദിവ്യ ശിക്ഷിക്കപ്പെടുന്നു. കാരണം ഞാൻ അത് വായിച്ചപ്പോൾ ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ള ഒരു ആത്മഹത്യാ പ്രേരണ കേസ്. പക്ഷെ ഒരുപക്ഷെ ഈ CPM തന്നെ നേരത്തെ ഗവൺമെന്റ് ഓർഡറിൽ കൂടി അല്ലാതെ ഒരു SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ ഭാവിയിൽ PP ദിവ്യ ഈ ഡിഫൻസ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്. എനിക്കെതിരെ അന്വേഷണം നടത്തിയ SIT, അതുപോലെ തന്നെ അവർ ഫയൽ ചെയ്ത ഫൈനൽ റിപ്പോർട്ട്, കുറ്റപത്രം, അത് നൽകാൻ ഇവർക്ക് ഒരു അധികാരവും ഇല്ല. കാരണം സർക്കാർ ഉത്തരവിൽ കൂടി അല്ല ഈ SITയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിക്ക് അവിടെ ശിക്ഷിക്കണമെന്ന് തോന്നിയാൽ പോലും ഒന്നും ചെയ്യാം. കാരണം വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റിൽ റേസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ നേരെങ്കിലും കോടതിയുടെ കാര്യം പറഞ്ഞതുപോലെ SITക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അന്വേഷണം നടത്താനും എനിക്കെതിരെ കുറ്റപത്രം കൊടുക്കാനും. അപ്പൊ തന്നെ ട്രയൽ കോടതിയിൽ തന്നെ PP ഊരിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ 100% ചാൻസ് ഉണ്ടായിരുന്ന ഒരു കേസായിരുന്നു അവർ ശിക്ഷിക്കപ്പെടും. ഈ ഒരൊറ്റ കാരണത്താൽ അവർ രക്ഷപ്പെടും. ഒരു സംശയം, ഇതിപ്പം മറ്റേ നവീൻ ബാബുവിന്റെ ഭാര്യ വൈഫ് കോടതി പോയി പറഞ്ഞിരുന്നത് ഇത് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞിരുന്നല്ലേ? ഇതേ വാദം അവരും ഉന്നയിച്ചതല്ലേ? അതുകൊണ്ട് വീണ്ടും അത്, അതായത് ഈ കക്ഷി ഓൾറെഡി അത് ഉന്നയിച്ചിട്ടുണ്ട് എന്നൊരു കാരണം കൊണ്ട് വീണ്ടും അത് CBIക്ക് പോകാമോ? കാരണം ഇതേ വാദം ഉന്നയിച്ചത് കൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ഇത് സുപ്രീം കോടതി എടുത്ത ഡിസിഷനിൽ ഈ കേസിലെ അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത്, അതുകൊണ്ട് CBI വേണ്ട എന്നത്. CBI എൻക്വയറി നടത്തുന്ന ഒരു റൈറ്റ് അല്ല ഒരു വ്യക്തിയുടെ, മനസ്സിലായി? കാരണം CBI ഉണ്ടാക്കപ്പെട്ടത് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയില്ല. അല്ല, ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് വി കനോട്ട് ഡിമാൻഡ് CBI എൻക്വയറി. നമ്മൾ എപ്പോഴും ഈ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ശരിയല്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ CBI ഉള്ളൂ. അതിപ്പം സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതി പറഞ്ഞ അന്വേഷണം ശരിയാണ്, CBIയുടെ ആവശ്യമില്ല, ഇനി ഏത് ഗ്രൗണ്ടും പറഞ്ഞിട്ട് ആവശ്യപ്പെടാൻ ആർക്ക് പറ്റും? അതെ, പക്ഷേ PP ദിവ്യ SITക്ക് ഇത് അന്വേഷിക്കാൻ അധികാരം ഇല്ല എന്ന് പറയുമ്പോൾ മറ്റേ 3 പേരും അത് പറഞ്ഞതല്ലേ ഇത് പറ്റുമെന്നുള്ളത്. അപ്പൊ അത് ആ വാദം അവിടെ കൊണ്ടുവരാൻ സാധിക്കും? അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളൂ. സുപ്രീം കോടതി ഇപ്പൊ SITയുടെ യഥാർത്ഥ അത് SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിയമപ്രകാരം ആണോ അല്ലയോ എന്നുള്ളതായിരുന്നില്ല അതിലുള്ള യഥാർത്ഥത്തിലുള്ളത്. CBI എൻക്വയറി വേണോ വേണ്ടയോ, അതിൽ ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമാണോ ഇല്ലയോ. പക്ഷെ കോടതിയിൽ വരേണ്ടിയിരുന്ന യഥാർത്ഥ ക്വസ്റ്റ്യൻ എന്താണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിയാണോ അല്ലയോ എന്നുള്ളത്. അതിൽ സിംഗിൾ ബെഞ്ച് മാത്രമേ ഇങ്ങനെ അഭിപ്രായം ഗവൺമെന്റ് ഓർഡർ ആണെന്ന് പറഞ്ഞുള്ളൂ. അല്ലാതെ അതിന് പിന്നെ ഒരു തത്വത്തിൽ ഇത് ജിയോ ആണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നില്ല, പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഡിവിഷൻ ബെഞ്ച് അത് മിണ്ടിയിട്ടുമില്ല, സുപ്രീം കോടതി പരിഗണിച്ചു. പിന്നെ ഇനി CBI വന്നിട്ടെന്താ കാര്യം? തീർച്ചയായിട്ടും സാർ അത് പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചതാണ്. എല്ലാ തെളിവുകളും നശിക്കപ്പെട്ടതാണ്. ഇനിയിപ്പോൾ CBI വന്നിട്ട് കാര്യം. അതെ, വിദേശി ചോദിച്ചോളൂ, അവസാനത്തെ ചോദ്യമാണ്. വിദേശി ചോദിച്ചോളൂ. മറ്റേ കണക്റ്റഡ് ടു ദ വഖഫ് ഇതല്ലേ, മറ്റേ ടെമ്പിൾ? അതെ അതെ. മറ്റേ ഇപ്പൊ സർ, ഇപ്പം ഈ വഖഫ് ആക്ട് വരുമ്പോ ഇൻ വാട്ട് വേ ഡസ് ഇറ്റ് ഏലിയനേറ്റ് ടെമ്പിൾ ലാൻഡ്? അത് ഒന്ന് വഖഫിനെ സംബന്ധിച്ചാണെങ്കിൽ അത് ഇന്ത്യ മുഴുവൻ യൂണിഫോം ആയിട്ടുള്ള നിയമം, ദാറ്റ് ഈസ് വഖഫ് ആക്ട്. അപ്പോൾ അതില് ഒരു വസ്തു വഖഫാണോ അല്ലയോ തീരുമാനിക്കേണ്ട രണ്ട് കക്ഷികളാണ്. വഖഫ് ബോർഡ് ആദ്യം, രണ്ടാമത് വഖഫ് ട്രൈബ്യൂണൽ. അവർക്ക് തന്നെ തീരുമാനങ്ങൾ എടുത്തത് എൻക്രോഷറാണെന്ന് വഖഫ് ട്രൈബ്യൂണൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ അവർക്ക് ഒരാനെ പിടിച്ച് വെളിയിൽ കളഞ്ഞിട്ട് കൈയടക്കാനുള്ള എല്ലാ ഇതും ഉണ്ട്.
പക്ഷേ നമ്മുടെ ദേവസ്വം ബോർഡ് നിയമം എല്ലാം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ നിയമങ്ങൾ ആകുന്നു. രണ്ടാമത്, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാരാണ്? അയ്യപ്പന്റെ സ്വർണം കിട്ടിയാലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകണം. അപ്പൊ ഇവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടെമ്പിൾ ലാൻഡ് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാലും കുഴപ്പമില്ല, എനിക്കും കൂടെ അതിന്റെ പങ്ക് തന്നാൽ മതി എന്ന് പറയും. മനസ്സിലായി? രണ്ട്, അവർക്കുള്ള പരിഹാരങ്ങൾ എന്ന ആക്ഷൻ എടുത്താൽ തന്നെയും രണ്ട്, ഈ റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് ചെയ്തു കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ സിവിൽ കോടതി മുഖാന്തരമുള്ള റിലീഫേ ഉള്ളൂ. സിവിൽ കോടതിയിൽ പോയാലും അപ്പോ ഇത് പരിഹാരം എന്ന് പറയുന്നത് ഒന്നുകിൽ റവന്യൂ വകുപ്പ് മുഖാന്തരമുള്ള പരിഹാരം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ സിവിൽ കോടതി മുഖാന്തരമുള്ള പരിഹാരം. മറ്റേ വഖഫ് ബോർഡിന് ഉള്ളതുപോലെ ഗുണ്ടാഗിരി കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇറ്റ് വുഡ് ടേക്ക് എ ലോങ് ടൈം. സർക്കാരും കൂടി സഹായിച്ചാൽ മാത്രമേ ദേവസ്വം ബോർഡിന് അതിന്റെ വസ്തുക്കൾ യഥാർത്ഥത്തിൽ പിടിച്ചെടുക്കാൻ പറ്റും. വഖഫ് ബോർഡിനാണെങ്കിൽ അവർക്ക് അൺലിമിറ്റഡ് പവറാണ് കൊടുത്തത്. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദേവസ്വം ബോർഡിലെ ആൾക്കാർക്ക് പോലും ദേവസ്വം വസ്തുക്കൾ അന്യാധീനപ്പെട്ട് പോയാൽ പോലും അവർക്ക് വലിയ കാര്യമൊന്നും ഇങ്ങ് പോട്ടെന്ന് വിചാരിക്കും. മനസ്സിലായി? നമുക്ക് ഇതിനകത്ത് വല്ല സ്വർണ്ണമോ വലിയ മറ്റേതോ മറിച്ച് ഒപ്പിക്കുക ഇപ്പൊ ജയിലിൽ കിടക്കയില്ലേ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് തന്നെയാണ്. അപ്പോ വഖഫിന് വളരെ ശക്തമായ നിയമമുണ്ട് ഇതൊക്കെ പിടിച്ചെടുക്കാൻ. ദേവസ്വം ബോർഡിന് ആ രീതിക്കുള്ള ഒരു മേൽക്കൈ അവരുടെ വസ്തു അന്യാധീനപ്പെട്ടു കഴിഞ്ഞാൽ, അപ്പോ ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം റവന്യൂ വകുപ്പിന്റെ ശുഷ്കാന്തിയില്ലായ്മ, പിന്നെ സർക്കാരിന്റെ നിസ്സഹകരണം, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള പവർ ഇല്ലായ്മ, അതൊക്കെയാണ് ഈ ദേവസ്വം ബോർഡ് ഫേസ് ചെയ്യുന്ന ലിമിറ്റേഷൻ. പക്ഷേ എത്ര നാൾ കഴിഞ്ഞാലും ഈ ഡയറ്റിയുടെ വസ്തു ആയതുകൊണ്ട് അവിടെ ഈ ലോ ഓഫ് ലിമിറ്റേഷൻ ഒരിക്കലും അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല. അതുകൊണ്ട് ഹിന്ദുക്കൾ തന്നെ വളരെ സ്റ്റേണായിട്ട് ഇതിന് വേണ്ട ഒരു സംവിധാനം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊക്കെ ഈ ദേവസ്വം ബോർഡിന്റെ കഴിവേറുന്നതിലേ പറയാൻ പറ്റൂ. വസ്തുക്കളെല്ലാം കൂടെ കൊണ്ട് ദേവസ്വം ബോർഡിന് കൊടുത്തേക്കല്ലേ. ഹിന്ദുക്കൾക്ക് അതിലേക്ക് കളിക്കാനോ അതും നിയന്ത്രിക്കപ്പെടുന്നത് രാഷ്ട്രീയമാണ്. മറ്റത് അവരുടെ മതമാണ് അവരെ നിയന്ത്രിക്കുന്നത്. വഖഫ് ബോർഡിൽ വരുന്നത് ഇവിടെ വരുമ്പോൾ രാഷ്ട്രീയക്കാരാണ് ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് അയ്യപ്പന്റെ വിഗ്രഹം തന്നെ പോയോ ഇല്ലയെന്ന് ദൈവത്തിനെ അറിയാൻ പറ്റൂ. അതുകൊണ്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് അതിന്റെ അവസ്ഥ. നീ ലിറ്റിഗേഷനിൽ കൂടിയാണെങ്കിലും അനന്തമായിട്ട് ലിറ്റിഗേഷൻ നീളും. സുപ്രീം കോടതി വരെ പോയിട്ട് വരും. വഖഫിനെ സംബന്ധിച്ചാണ് വഖഫ് ട്രൈബ്യൂണൽ വിധി ഇറ്റ്സ് ഫൈനൽ. ഇറ്റ് വാസ് ഫൈനൽ. ഇപ്പോഴാണ് പിന്നെ അപ്പീൽ കൊടുക്കാനുള്ള ഒരു ഇതിലൊക്കെ വന്നത്. ഇറ്റ് വാസ് ഫൈനൽ. അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടും. ഇവിടെ നമുക്ക് റിലീഫ് കിട്ടും. അത് സാറിപ്പോ പറഞ്ഞപ്പോ ഞാനത് ഓർക്കാണ്. സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത, അതായത് ദേവസ്വം പിരിച്ചുവിട്ട് ഭക്തർക്ക് ക്ഷേത്രങ്ങൾ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീല് അത് സുപ്രീം കോടതിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 വർഷമായി. അത് അപ്പീല് പരിഗണിക്കണമെന്ന് കൊടുത്ത രണ്ടാമത്തെ അപ്പീല് ഇപ്പൊ കൊടുത്തിട്ട് തന്നെ 7 വർഷമായി. എപ്പോഴും എടുത്തിട്ടില്ല. ഇതിപ്പോഴും അവിടെ കിടക്കുന്നതേ ഉള്ളൂ. അവിടെയും ഈ ഹിന്ദുക്കൾക്ക് ഭക്തർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സോക്കാൾഡ് ഭക്തന്മാരാണ് വാസുവും പത്മകുമാറൊക്കെ ജയിലിൽ കിടക്കണമെന്ന് കൂടെ ആലോചിച്ചോളൂ. മനസ്സിലായില്ലേ? അപ്പോ പണ്ട് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മാത്രം ആ രാജാക്കന്മാരുടെ കയ്യിൽ, പഴയ ആൾക്കാരുടെ കയ്യിൽ ആയതുകൊണ്ട് മാത്രം ഇത് അവിടെ ഇരിക്കുന്നുള്ളതാണ്. ഇന്നത്തെ പൊളിറ്റീഷ്യന്മാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞെങ്കിൽ അതിലൊരു തരുമ്പ് പോലും, അഞ്ചാടി സ്വർണം പോലും ഇപ്പൊ അവിടെ കാണുന്നത്. തീർച്ചയായിട്ടും അതിലിപ്പോ ഈ പറയുന്ന വാസുവൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കണ്ണു വച്ചിരുന്നു എന്നാണ് ഇന്ന് ഞാൻ കണ്ട ന്യൂസ്. തീർച്ചയായിട്ടും പാവം. ഇനിയിപ്പോ ആ ഒരു കേട്ടത്തില്ല. ഞാൻ പോയിരുന്നു. ആണല്ലേ? ശരി. നമ്മളിപ്പോ ഏതാണ്ട് 2 മണിക്കൂർ ക്രോസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങിയ ശേഷം ഇത്ര സമയം ആയതേ അറിഞ്ഞില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും അറിഞ്ഞില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. ഈ ചോദ്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഉത്തരങ്ങൾ അതിൽ ലഭിക്കുകയും ചെയ്തു. വിദ്യചേച്ചിയുടെ അഭിപ്രായം പറഞ്ഞോളൂ. ആബ്സല്യൂട്ട്ലി. അതാണ് രവി പറഞ്ഞ പോലെ സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു എന്താ പറയുക, വിതൗട്ട് ഇറ്റ് വെന്റ് ഇൻ എ ഫ്ലോ. സോ ഇറ്റ് വാസ് വെരി വെരി നൈസ്, വെരി എൻലൈറ്റനിങ്. ആൻഡ് സർ പ്രസന്റ് ചെയ്ത രീതി താങ്ക് യു സോ മച്ച്. ആക്ച്വലി നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഡീപ്പായിട്ട് പോയി ഇതൊക്കെ ഡീപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. അത് അങ്ങനെ അപ്പോസ്റ്റ് കൊണ്ട്. അപ്പോ ഇത് പല സബ്ജക്റ്റും നമ്മൾ ഒരു ഒറ്റയടിക്ക് ഇത് ചെയ്തതുകൊണ്ടാണ് അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റാത്തത്. എല്ലാത്തിനും ഓടിച്ചൊരു ഓട്ടപ്രദർശനമാണ് നമ്മൾ നടത്തി.
എന്തായാലും വളരെ നന്ദിയുണ്ട് എന്നെ നിങ്ങളിലേക്ക് വിളിച്ച് ഈ ചാനലിലേക്ക് വിളിച്ച് ഇന്റർവ്യൂ We can എടുക്കുന്നത്. have more sessions. ഇതുപോലെ തന്നെ കൂടുതലും സെഷൻസ് വെക്കാം. സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് we can have more sessions. No Okay, problem. I am ready and I am ready to associate with you. Call Thank me you. at your earliest convenience whenever it is. തീർച്ചയായിട്ടും Thank you. സർ. നിങ്ങളുടെ പ്രേക്ഷകർക്കും നിങ്ങൾക്കും ഒക്കെ എന്റെ വളരെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും കാണാം.